ഞാൻ പറ്റ മകനെ എന്ന് പറഞ്ഞ അഭിമന്യുവിൻ്റെ പേര് പറഞ്ഞ് ആ അഭിമന്യുവിൻ്റെ പിരിച്ച പണത്തിൻ്റെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, എത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്താ നിങ്ങളിപ്പോൾ ഏർപ്പാടെന്ന് നാട്ടിലെ ജനങ്ങൾക്ക്. അതുകൊണ്ട് രക്തസാക്ഷികളെ കുറിച്ച് അധികം നിങ്ങൾ വാചാലനാവേണ്ട. അവരെ പണം വിറ്റ്, അവരെ കണ്ണീര് വിറ്റ് ഈ നാട്ടിനകത്ത് മുന്നോട്ട് പോകുന്നവർ അവസാനം അവരെ പണം കക്കുന്നവരാണ്. ധനരാജ് എന്ന് പറയുന്ന സഖാവിൻ്റെ പണം 48 ലക്ഷത്തോളം രൂപ കട്ടത് CPM-ന്റെ MLA ആണ്. കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ട അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ 20,299 എന്ന് പറയുന്ന ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ 5 ലക്ഷം രൂപ 2018 ജൂലൈ 9 റൂറൽ ബാങ്ക് മെയിൻ ബ്രാഞ്ചിൽ നിന്ന് മാറ്റിയത്. ശിവപ്രസാദ് പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് CPM-ന്റെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ട് ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണോ? എന്താണ് അങ്ങനെയല്ല എന്നാണോ കോൺഗ്രസ് പറയുന്നത്? ശ്രീമതി ആര്യ വളരെ കൃത്യമാണ്. അത് KP മധുവിൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് എന്നുള്ളതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ പേരിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുന്നത് പോലെയല്ലല്ലോ അദ്ദേഹം ആധികാരികമായി തെളിവോടുകൂടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാത്ത ഒരു വ്യാജ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു റെസീറ്റ് അക്കൗണ്ട് അവതരിപ്പിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു അദ്ദേഹം സ്ഥാനാർത്ഥി കൂടിയാണ്. ആ ഇൻറ്റഗ്രിറ്റി അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. നിങ്ങൾ ഇവിടെയുള്ള മാതൃഭൂമി ലേഖനോട് വിളിച്ചു ചോദിച്ചാൽ മതി ഏത് അക്കൗണ്ടാണ്. ഇപ്പോൾ സഹക്കന്മാർ പുതിയ ക്യാപ്സ്യൂളുമായി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ രക്തസാക്ഷികളെ കുറിച്ചൊക്കെ വലിയ വാചാടോപത്തോടു കൂടി വാചാലനായി സംസാരിച്ചു SFIയുടെ നേതാവ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, അവനവന് വേണ്ടിയല്ലാതെ അവരന് ചുടിരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. നിങ്ങളുടെ പാട്ടാ, നിങ്ങളുടെ കവിതയാ അല്ലേ? കൂത്തുപറമ്പിൽ 5 ആളുകളെ വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ ആ വെടിവെച്ച് കൊന്ന ആൾ ഇന്ന് കേരളത്തിൽ DGP-യാ. അല്പം നട്ടെല്ലിന് ബദൽ വാഴപ്പിണ്ടി ഉണ്ടെങ്കിൽ പിണറായി വിജയനോട് പറയണമായിരുന്നു. നരേന്ദ്രമോദിയുടെ ചീഫ് സെക്യൂരിറ്റി ഫോഴ്സ് ഇരിക്കുന്ന ഒരാളെ ഇവിടെ DGP ആക്കാൻ പാടില്ല എന്ന് നട്ടെൽ ഉയർത്തി പറയണം SFI നേതാവ്. പറഞ്ഞില്ലല്ലോ. ഞാൻ പറ്റ മകനെ എന്ന് പറഞ്ഞ അഭിമന്യുവിൻ്റെ പേര് പറഞ്ഞ് ആ അഭിമന്യുവിൻ്റെ പിരിച്ച പണത്തിൻ്റെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, എത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്താ നിങ്ങളിപ്പോൾ ഏർപ്പാടെന്ന് നാട്ടിലെ ജനങ്ങൾക്ക്. അതുകൊണ്ട് രക്തസാക്ഷികളെ കുറിച്ച് അധികം നിങ്ങൾ വാചാലനാവേണ്ട. അവരെ പണം വിറ്റ്, അവരെ കണ്ണീര് വിറ്റ് ഈ നാട്ടിനകത്ത് മുന്നോട്ട് പോകുന്നവർ അവസാനം അവരെ പണം കക്കുന്നവരാണ്. ധനരാജ് എന്ന് പറയുന്ന സഖാവിൻ്റെ പണം 48 ലക്ഷത്തോളം രൂപ കട്ടത് CPM-ന്റെ MLA ആണ്. ആ MLA-യുടെ തെളിവോടുകൂടിയാണ് ഈ പുറത്ത് വന്നത്. ആ പുറത്ത് വന്നിട്ട് ആ തെളിവ് പറഞ്ഞ ആൾ നിങ്ങൾ പുറത്താക്കി, കള്ളനെ നിങ്ങൾ MLA ആക്കി. നാണമുണ്ട് നിങ്ങൾക്ക്? ഞങ്ങൾ ധനരാജ് കൊല്ലപ്പെട്ടവ കൈയടിച്ചിട്ടില്ല. RSSകാരാൽ കൊല്ലപ്പെട്ട ആളുകൾ ആരായാലും അതിന് കൈയടിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. അങ്ങനെ നിലപാടെടുത്തില്ല. നിങ്ങളും ഞങ്ങളെ ഒരുപാട് ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട്. അതൊന്നും മറന്നുപോകണ്ട. ആ നിങ്ങൾ കൊന്നു തള്ളിയ രക്തസാക്ഷികളുടെ ഓർമ്മകൾ വിതമ്പിക്കൊണ്ട് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സഹപ്രവർത്തകർ സുഹൈബ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നവസാനിപ്പിച്ച പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് നിങ്ങൾ ഈ രക്തസാക്ഷികളെ കുറിച്ച് പറയുമ്പോൾ പഴയ കാലങ്ങളെക്കുറിച്ച് ഓർമ്മിക്കണം. ആ രക്തസാക്ഷിയുടെ ഫണ്ട് മുക്കിയവർ യഥാർത്ഥത്തിൽ ശവന്തീനികൾ നിങ്ങളാണ് എന്നുള്ളത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ പിന്നെയെങ്കിലും ആര്യ അത് ചോദിച്ചത് നന്നായി. പിന്നെ ഒറ്റ കാര്യം കൂടി എനിക്ക് തോന്നുന്നത്, കൽപ്പറ്റയിൽ നിങ്ങളെ മാതൃഭൂമി ഉടമയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കൊണ്ടാണ് ഈ ചർച്ച ഈ രൂപത്തിലാക്കിയതെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം വയനാട് മാത്രം കൽപ്പറ്റ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും കൽപ്പറ്റയുടെ സ്ഥാനാർത്ഥിയുടെ പ്രശ്നമാണോ? ആ അക്കൗണ്ട് നമ്പർ ഞാനല്ലേ റെജിൽ പറഞ്ഞത്? റെജിലാണോ പറഞ്ഞത്? അല്ലല്ലോ. ആ തീയതി ആരാണ് പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? റെജിൽ പറയുന്ന നിമിഷം കണ്ടെത്തുകയാണോ? അല്ല. റെജിൽ പറഞ്ഞ സമയത്ത് ഞാൻ ആ ചോദ്യം ചോദിച്ച സമയത്ത് വയനാട്ടിലെ പ്രശ്നം ആ സമയത്ത് ഞാൻ റെജിലിനോട് കോടികളുടെ കണക്ക് ചോദിച്ചില്ല. ഇത് മുക്കി എന്നുള്ളൊരു ആരോപണമേ എനിക്കില്ല. ഞാൻ ചോദിച്ചത് ആദ്യത്തെ എന്റെ ചോദ്യം അവിടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയോ എന്നാണ് ഞാൻ റെജിലിനോട് ചോദിച്ചത്. അതിലാണ് റെജിൽ പ്രകോപിതനായത്. അതവിടെ തുടങ്ങിയോ ഇല്ലേ എന്ന് പറഞ്ഞാൽ മതി. തുടങ്ങാനുള്ള കാലതാമസം എന്തായിരുന്നു അത് പറഞ്ഞാൽ മതി. അതിപ്പോ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് പ്രതീക്ഷ വെച്ചിരുന്നു, ശരി, അത് ഉണ്ടായില്ല, എന്നാൽ അത് പറഞ്ഞാൽ മതി. അതിന് വെറുതെ ഇത് കൈരളി TV ആണ് അല്ലെങ്കിൽ എന്റെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? ഞാൻ ചോദിച്ചത് അവിടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി. ആ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയോ ഞാൻ ചോദിക്കണ്ടേ? അല്ല, റെജിൽ ഞാൻ ചോദിക്കണ്ടേ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ വയനാട് റെജിലിനോട് പറഞ്ഞിരുന്നോ? വയനാട് ഞാൻ റെജിലിനോട് പറഞ്ഞിരുന്നില്ലേ? ഇത് നമ്മൾ വെറുതെ പ്രകോപിതനാവുകയാണ് റെജിൽ. ഞാൻ വയനാടിന്റെ കാര്യം കൃത്യമായി റെജിലിനോട് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ചോദിക്കുന്നു, കുഞ്ഞികൃഷ്ണൻ പൊതുസ്വതന്ത്രനായി നിങ്ങൾ ചോദിച്ചല്ലോ. അവസാനിപ്പിക്കാം. അല്ലല്ല, എന്റെ ഒറ്റ ചോദ്യം കൂടി ഉണ്ട്. ഞങ്ങൾ അവിടെ സർക്കാർ വീടെടുത്തു കൊടുത്തു.
സർക്കാർ വീടെടുത്ത് കൊടുത്തു. സർക്കാർ വീടെടുത്ത് കൊടുത്തെങ്കിൽ പൂർണ്ണമായി വീടെടുത്ത് കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന ആളുകൾക്ക് പൂർണ്ണമായി അവിടെ കയറിക്കൂടാനുള്ള ചാവി നിങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഈ വന്ന ഫണ്ട് മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണവും ഒരു വീടിന് വേണ്ടി ഇത്ര ലക്ഷം രൂപ ചെലവഴിക്കുമെന്ന് പറഞ്ഞ് എത്ര ലക്ഷം രൂപയുടെ വീടാണ് അവിടെ എടുത്തു കൊടുത്തത് എന്നുൾപ്പെടെ ഏതായാലും പിണറായി വിജയന്റെ ഗവൺമെന്റ് ആയുസ് ഈ 9-ാം തീയതി ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുക. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ കണക്കുൾപ്പെടെ കേരളത്തെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരും. ഊരാളങ്കലിനെ വെച്ച് നടത്തിയ കോടാനുകൂടി തട്ടിപ്പ് അതുമാത്രമല്ല, ഇപ്പോ അവിടെ ചാവി കൊടുത്തതിന് ശേഷം അവിടെ ഒരു പണിയും നടക്കുന്നില്ല എന്നാ അവിടുത്തെ ഭൂരിഭാഗം തൊഴിലാളികൾ അവിടെ മാറ്റിയെന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. എന്തേ വരാൻ കാരണം? തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഉദ്ഘാടനം നടത്തിയത്. അവിടെ ഇപ്പൊ നിങ്ങൾ ഉദ്ഘാടന സമയത്ത് നടത്തിയതുപോലെയുള്ള പണി അവിടെ നടക്കുന്നുണ്ടോ? നടക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആ വന്ന പണവും ചെലവഴിച്ച പണവും ഒരു വീടിന് നിങ്ങൾ ചെലവാക്കിയ പണം എത്രയാണെന്ന് നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കും. ഒരു തർക്കവും വേണ്ട. നിങ്ങൾ വലിയ അഴിമതി അതിനകത്ത് നടത്തിയിട്ടുണ്ട്. ഈ അമ്പലക്കള്ളന്മാരും ഈ രക്തസാക്ഷി കള്ളന്മാരും ഈ ഫണ്ട് മുക്കികളും ഇവിടെ വന്നിട്ട് കോൺഗ്രസ് അവിടെ വീടുണ്ടാക്കി പണം പിരിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ മനസ്സും തെളിവ് വേണം. ഫണ്ട് മുക്കിയത് ആരാണെന്ന് നിങ്ങൾ ഏരിയ സെക്രട്ടറി ആയ ആള് പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ വരാം.